പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം നന്ദിയോടുകൂടി ഓർക്കുന്നത് നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന ജലവുമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഫുഡ് ആൻഡ് വാട്ടർ. എവറി ബൈറ്റ്, എവറി ഡ്രോപ്പ്, കൗണ്ട്ലെസ് ബ്ലെസ്സിങ്സ്. ബി താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ്. നമ്മൾ കഴിക്കുന്ന ഓരോ മണിധാന്യവും നമ്മളിലേക്ക് വരുമ്പോൾ എത്രയെത്ര നന്ദിയോടുകൂടി ഓർക്കണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ നറിഷ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണത്തിനും വെള്ളത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പലപ്പോഴും നാം ദിവസേന ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങളുടെ വില മറന്നു പോകുന്നു. എന്നാൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജീവിതം മുന്നോട്ടു പോകാൻ ആവില്ല, അല്ലേ? ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കോഡ്: എവറി മീൽ ഈസ് എ ബ്ലെസ്സിങ്. എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് എ ഗിഫ്റ്റ് വർത്ത് അപ്രീഷിയേറ്റിംഗ്. നമ്മളിലേക്ക് വരുന്ന ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും എത്ര നന്മയോടെ, എത്ര ഡിസിപ്ലിനോട് കൂടിയാണ് നമ്മളിലേക്ക് എത്തുന്നത്, അല്ലേ? അങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഓരോ പദാർത്ഥത്തിനെയും നമ്മൾ ഓർത്തുകൊണ്ട്, നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഓരോ ഭക്ഷണവും നിരവധി ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. കർഷകരും തൊഴിലാളികളും വിതരണക്കാരും ഉൾപ്പെടെ അനേകം കൈകളുടെ പരിശ്രമമാണ് നമ്മുടെ മേശയിലെത്തുന്ന ഓരോ ആഹാരത്തിൻ്റെയും പിന്നിൽ. അതിനാൽ ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥത്തിനും നന്ദിയുള്ളവനാണ്. ശുദ്ധമായ വെള്ളം എൻ്റെ ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും മറന്നുപോകുകയും ചെയ്യും, അല്ലേ, വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ വെള്ളത്തിനുള്ള പങ്ക് എല്ലാവർക്കും അറിയാം. ഓരോ തുള്ളി വെള്ളവും ജീവന്റെ ഉറവിടമാണ്. എല്ലാ ദിവസവും നാം വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നന്ദിയോടുകൂടി ഓർക്കാം. ഓരോ ഗ്ലാസ് വെള്ളത്തിനോടും നമ്മൾക്ക് നന്ദി പറയാം. ഓരോ ഗ്ലാസ് വെള്ളവും എൻ്റെ ശരീരത്തിന് ഊർജവും പുതുമയും നൽകുന്നു. ഭക്ഷണവും വെള്ളവും വെറും ആവശ്യങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിൻ്റെ അമൂല്യമായ അനുഗ്രഹങ്ങളാണ്. ഇന്ന് ഞാൻ അവയെ വിലമതിക്കുകയും പാഴാക്കാതെ ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞയും ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തിനെയും വെള്ളത്തിനെയും നന്ദിയോടുകൂടി ഓർക്കാം. അവ പാഴാക്കാതെ ഉപയോഗിക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്യാം. ഇന്നത്തെ റിഫ്ലക്ഷൻസ് ക്വസ്റ്റ്യൻ: വാട്ട് മീൽ ആം ഐ മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ? ഇന്ന് ഞാൻ ഏറ്റവും അധികം നന്ദിയോടുകൂടി ഓർക്കുന്ന ഏത് മീലാണുള്ളത്? ഒന്ന് ഓർത്തു നോക്കൂ. കാലത്ത് കഴിച്ച ഭക്ഷണമാണോ നിങ്ങൾ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നത്? അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചതാണോ? അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതാണോ? ഹൗ ക്യാൻ ഐ ബി മോർ മൈൻഡ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ വെൻ ഈറ്റിംഗ്? ഞാൻ ഭക്ഷണം കഴിക്കുകയും അതുപോലെ ജലം കുടിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ മൈൻഡ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ എങ്ങനെയാണ് ആകാൻ സാധിക്കുക? വാട്ട് ക്യാൻ ഐ ഡു ടു റെഡ്യൂസ് ഫുഡ് ആൻഡ് വാട്ടർ വേസ്റ്റ്? പലപ്പോഴും നമ്മൾ ഭക്ഷണം പാഴാക്കി കളയുമ്പോൾ ശ്രദ്ധിക്കാറില്ല, അല്ലേ? നമുക്ക് എങ്ങനെ ഭക്ഷണം പാഴാക്കുന്നത് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജലം വേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കാം. ഇന്നത്തെ അഫർമേഷൻ: ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫുഡ് ദാറ്റ് നറിഷസ് മീ ആൻഡ് വാട്ടർ ദാറ്റ് സസ്റ്റെയിൻസ് മീ. ഐ അപ്രീഷിയേറ്റ് ദീസ് ബ്ലെസ്സിങ്സ് വിത്ത് എ താങ്ക്ഫുൾ ഹാർട്ട്. ഇന്ന് ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥത്തിനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ ഞാൻ കുടിക്കുന്ന വെള്ളത്തിനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയും അതുപോലെ ഓരോ തുള്ളി വെള്ളവും നന്ദിയോടുകൂടി സ്വീകരിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറുന്നു. നമ്മുടെ മേശയിലെ ഓരോ ഭക്ഷണവും നന്ദിയോടെ സ്വീകരിക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.